ഹായ് ഫ്രണ്ട്സ്, അപ്പം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല കനലിൽ ചുട്ടെടുത്ത ഇടിയിറച്ചിയാണ്. ഇടിയിറച്ചി ഉണ്ടാക്കാനായിട്ട് നമുക്ക് വേണ്ട സാധനങ്ങൾ: 200 ഗ്രാം ഉണങ്ങിയ പോത്തിറച്ചി. വെയിലത്ത് വെച്ചോ അല്ലെങ്കിൽ അടുപ്പിൻ്റെ പുകയിൽ വെച്ചോ നമുക്ക് ഇറച്ചി ഉണക്കിയെടുക്കാം. അടുപ്പിൻ്റെ പുകയിൽ വെച്ച് ഇറച്ചി ഉണക്കിയെടുത്താൽ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും. 7 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 5 വറ്റൽമുളക്, കുറച്ച് കറിവേപ്പില, കുരുമുളക് അല്ലെങ്കിൽ കുരുമുളക് പൊടി. അപ്പം ആദ്യം തന്നെ നമ്മൾ ഉണങ്ങി വെച്ചേക്കുന്ന ഇറച്ചി നന്നായി കഴുകി അടുപ്പിലിട്ട് കനലിൽ ചുട്ടെടുക്കണം. മൂന്ന് 4 മിനിറ്റ് കൊണ്ട് നമ്മുടെ ഇറച്ചി ആവശ്യത്തിന് വേവാകും. ഈ ചുട്ടെടുത്ത ഇറച്ചി നേരെ ഒരു അമ്മിക്കല്ലിലിട്ട് ചതച്ചെടുക്കുക. ചെറിയ തരിയോടുകൂടി ചതച്ചെടുക്കുമ്പോൾ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും. അല്ലെങ്കിൽ നമുക്ക് മിക്സിയിലിട്ടിട്ട് ക്രഷ് ചെയ്ത് വേണേലും എടുക്കാം. എപ്പോഴും ശ്രദ്ധിക്കുക, ചെറിയ തരിയോടുകൂടി ഉള്ള ഇടിയിറച്ചിക്കാണ് കൂടുതൽ സ്വാദ്. ഇറച്ചി ചതച്ചെടുത്തതിന് ശേഷം വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, കുരുമുളക് എന്നിവയും കൂടി നമുക്ക് ചതച്ചെടുക്കാം. ഇതിനുശേഷം ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ട് അതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, വറ്റൽമുളക്, ഇഞ്ചി, കുരുമുളക് എന്നിവ ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കുക. മുരിഞ്ഞു വന്നതിന് ശേഷം 1-2 സ്പൂൺ കുരുമുളക് നമുക്ക് ചേർക്കാവുന്നതാണ്. എരിവ് നമ്മുടെ ആവശ്യത്തിന് അനുസരിച്ച് കുരുമുളക് ചേർക്കാം. കുരുമുളകും ഒന്ന് മുരിഞ്ഞു വന്നതിന് ശേഷം നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇടിയിറച്ചി നമുക്ക് ഈ ഒരു മിശ്രിതത്തിലേക്ക് ഇട്ട് കൊടുക്കാം. പിന്നീട് നമുക്ക് ഇവയെല്ലാം നന്നായി ഇളക്കി യോജിപ്പിക്കാം. ഒരു 10 മിനിറ്റോളം ലോ ഫ്ലെയിമിൽ വേണം നമുക്കിത് കുക്ക് ചെയ്തെടുക്കാൻ. ഏകദേശം ഒരു 10 മിനിറ്റ് ഒക്കെ ആകുമ്പോഴേക്കും ഇടിയിറച്ചി നല്ല എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല ക്രിസ്പി ആയിട്ട് കാണും. അങ്ങനെ നമ്മുടെ ഇടിയിറച്ചി തയ്യാറായി. ഇനി നമുക്കിതൊരു സെർവിംഗ് ബൗളിലേക്ക് മാറ്റാം.